إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹ ആദരണീയരായ വിശ്വാസിനി സഹോദരന്മാർ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും സകല തരത്തിലുള്ള അനുഗ്രഹങ്ങളും വർഷിക്കുകയും ഇനി ഒരിക്കൽ നമ്മളുടെ അവധി എത്തുമ്പോൾ നമ്മളെല്ലാം അവങ്കിലേക്ക് തന്നെ മടക്കുവാൻ കഴിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ബദറിന്റെ ചിന്തകൾ തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് ഓർക്കാതെ ഒരു മുസ്ലിമിനും ഇസ്ലാമിക ചരിത്രം പഠിക്കുക സാധ്യമല്ല. എന്തായിരുന്നു ബദർ എന്ന് നമുക്കറിവുള്ളതാണ്. എങ്കിലും ആ ബദറിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള പാഠങ്ങൾ അതിന് എക്കാലത്തും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇതിന്റെ പ്രസക്തി കുറയുകയില്ല. ഇൻഷാ അല്ലാഹ് ഒരു 100 വർഷം കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഖതീബ് സംസാരിച്ചാലും അന്ന് ഇന്നത്തെ ഇതിനേക്കാൾ ഈ വിഷയത്തിന് പ്രസക്തി ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഈ ബദർ എന്താണ് എന്ന് നമുക്കറിയാം. ഗസ്വത്തുൻ വഖഅത് ഫി السابع عشر من رمضان. റമദാൻ 17-ന് നടന്ന ഒരു യുദ്ധമാണ്. അത് ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം കൂടിയാണ്. ഫിൽ ആമി الثاني من الهجرة. ഹിജ്റ 2-ാം വർഷം. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് നമുക്കറിയാം. ഒരു യുദ്ധത്തിനു വേണ്ടി ആയിരുന്നില്ല മുസ്ലിങ്ങൾ പുറപ്പെട്ടത്. അള്ളാഹുവിന്റെ കൽപ്പന സിറിയയിലേക്ക് പോകുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം തിരിച്ചു വരുന്ന വഴിക്ക് അവരെ തടയണം. കാരണം അവരുടെ കച്ചവടത്തിന്റെ ലക്ഷ്യം മുസ്ലിങ്ങൾക്കെതിരെ ശക്തി സ്വരൂപിക്കലാണ്. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴിക്ക് മുസ്ലിങ്ങൾ വളരെ നാമമാത്രമായിട്ടുള്ള ആയുധങ്ങളും കാര്യങ്ങളും മാത്രമാണ് അവരോടൊപ്പം. മുസ്ലിങ്ങളോടൊപ്പം ഉള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 കുതിരയും 70 ഒട്ടകങ്ങളുമാണ്. തുരുമ്പിച്ച ഏതാനും ചില ആയുധങ്ങളും അവരുടെ ശരീരത്തിൽ അവർ അറബികൾ എന്നുള്ള നിലക്ക് കൊണ്ടു നടക്കാറുള്ള ആയുധങ്ങളും വാളുകളും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ അബൂ സുഫിയാനും സംഘവും ഇത് മണത്തെറിഞ്ഞ് അപകടം മണത്തെറിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. വഴിയിൽ അവർ സന്ദേശം കൊടുക്കുകയും ചെയ്തു, അപകടത്തിലാണ്, ഞങ്ങൾക്ക് സഹായം വേണം. അങ്ങനെ അബൂലഹബിന്റെ നേതൃത്വത്തിൽ, അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും വലിയ ഒരു സംഘം ആളുകൾ പുറപ്പെടുകയാണ്. അങ്ങനെ പകുതി വഴിയിൽ ആ സംഘം, വലിയ സംഘം എത്തിയപ്പോഴേക്ക്
അവർക്ക് മനസ്സിലായി അബൂ സുഫിയാനും സംഘവും സുരക്ഷിതരായി മക്ക പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ അവരിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു. ഇനി നമുക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല, കാരണം അബൂ സുഫിയാനും സംഘവും സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്, ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞു. എന്നാൽ അബൂജഹൽ കൂട്ടാക്കിയില്ല. അബൂജഹൽ എന്തു ചെയ്തു? ഇല്ല, ഇനി അവരെ നശിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും എന്ന് ദൃഢനിശ്ചയമെടുത്ത് തീരുമാനമെടുത്തു. എന്നിട്ട് എന്തു ചെയ്തു? അവരെ നേരിടുകയാണ്, മുസ്ലിങ്ങൾക്കെതിരെ പോവുകയാണ്. 1000-ഓളം വരുന്ന സംഘം. അവരോടൊപ്പം ഉണ്ടായിരുന്നത് 100 കുതിരകളും 170 ഒട്ടകങ്ങളും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ആഡംബരങ്ങളും എല്ലാ നിലക്കും മദ്യവും എല്ലാ നിലക്കുമുള്ള ആഘോഷങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹി ഇറങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് പ്രഖ്യാപിച്ചു, യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളൂ, യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളൂ എന്ന്. യാതൊരുവിധ സന്നാഹമില്ലാത്ത 313ഓളം വരുന്ന ആളുകൾ തങ്ങളുടെ 3 ഇരട്ടി വരുന്ന 1000-ഓളം വരുന്ന സംഘത്തെ നേരിടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ ആകമാനം വിളിച്ചു കൂട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത്. മുഹാജിറുകൾ ഉടനെ തന്നെ മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, നമുക്ക് യുദ്ധം ചെയ്യാം, യാതൊരു സംശയവും കാര്യത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല മുഹാജിറുകളുടെ കാര്യത്തിൽ. കാരണം നബിക്ക് അറിയാമായിരുന്നു, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പിറന്ന നാടും വളർന്ന വീടും സകലതും ഉറ്റവരും ഉടയവരും എല്ലാം ഉപേക്ഷിച്ച് ഹിജ്റ വന്നവരാണ് സ്വഹാബാക്കൾ. അവർ മുന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യാതൊരു സംശയവും ഉണ്ടായില്ല. പക്ഷെ അൻസാറുകളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്ര തന്നെ സംശയമില്ല. ഒരു സംശയം വന്നപ്പോൾ അവരോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അവിടെ അവരുടെ മറുപടി ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നബിയെ, ഒരു കടലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് താങ്കൾ ഞങ്ങളെ നയിച്ചാലും അവിടുത്തെ കാൽപാദങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളും ഇറങ്ങി വരും എന്നുള്ള അജയ്യമായ അല്ലെങ്കിൽ ശക്തമായ പിന്തുണയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ലാത്ത ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു മറുപടിയാണ്, പ്രതികരണമാണ് അൻസാറുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് അറിയാം ചരിത്രത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ എന്താണ്, ഒരുപാട് വികാര നിർഭരമായ രംഗങ്ങളും എല്ലാം ഈ ബദറിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിലെല്ലാം ഒരു ആകെത്തുക, യഥാർത്ഥത്തിൽ എന്താണ് ഈ ബദർ നമുക്ക് നൽകുന്ന പാഠം? ബദറിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? മുഅ്മിനുകൾ എന്നുള്ള നിലക്ക് ആ ബദർ സംഭവത്തെ കുറിച്ച് അതിനെ ഏത് രീതിയിലാണ് നമ്മൾ വീക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് ആയത്തുകളിലൂടെയും മറ്റും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ബദറിനെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖദ് കാന ലക്കും ആയ ഫി ഫിഅതൈനി ഇൽതഖത, സൂറത്ത് ആല ഇംറാനിലും അൻഫാലിലുമാണ് നമുക്ക് ഈ ബദർ യുദ്ധത്തെ പറ്റിയുള്ള ആയത്തുകൾ അധികവും കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഫി ഫിഅതൈനി ഇൽതഖത, 2 കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ, ഫിഅതുൻ തുഖാതിൽ ഫീ സബീലില്ലാഹ്, അതിലൊരു ഫിഅതുൻ, ഒരു സംഘം ഏറ്റുമുട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വഉഖ്റാ കാഫിറ, മറ്റേത് കാഫിറുകളാണ്, അവിശ്വാസികളാണ്. അവർ എന്തു ചെയ്യുന്നു? യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, ഈ അവിശ്വാസികളായ ആളുകൾ വിശ്വാസികളായ സംഘത്തെ തങ്ങളെക്കാൾ ഇരട്ടിയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വല്ലാത്തൊരു അത്ഭുതം. 1000 പേരുണ്ടായിട്ടും തങ്ങളുടെ 1/3 മാത്രം എതിർവശത്തുണ്ടായിട്ടും ഇവർക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഇരട്ടി ആളുകൾ അപ്പുറത്തുണ്ട് എന്നാണ്. അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ശക്തിപ്പെടുത്തും. അള്ളാഹു ശക്തിപ്പെടുത്തും ബിനസ്രിഹി, അവന്റെ സഹായത്താൽ, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായിട്ടും അതിൽ ആയത്തുണ്ട്, അല്ലെങ്കിൽ ഇബ്റത്തുണ്ട്, ഗുണപാഠം. ഈ ഒരു സംഭവത്തിൽ 313ഓളം വരുന്ന മുസ്ലിങ്ങളും 1000-ഓളം വരുന്ന മുശ്രിക്കുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ സംഭവത്തിൽ ആർക്ക് ഗുണപാഠമുണ്ട്? ലിഉലിൽ അബ്സാർ, കണ്ണുള്ളവർക്ക്, കണ്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക്. നേരിട്ട് കണ്ടു അല്ലെ, സ്വഹാബകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, തലകളും കാലുകളും ഒക്കെ ഇങ്ങനെ അറ്റുപോകുന്നു. ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല. മലക്കുകളെ ഇറക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. ജബൽ മലായിക എന്ന പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. സൗദിയിൽ ഉംറക്കെല്ലാം പോയവർ, ഹജ്ജിനും എല്ലാം പോയവർ ഒരുപക്ഷെ സന്ദർശിച്ചിട്ടുണ്ടാകാം. ജബൽ മലായിക എന്ന പേരിലുള്ള ഒരു മല എന്നും അവിടെ ഉണ്ട്.
പൂഴി നിറഞ്ഞ വല്ലാത്ത ഒരു മല. ആ മലയിൽ മലക്കുകൾ ഇറങ്ങിയെന്നാണ്. 5000-ഓളം മലക്കുകളെ അള്ളാഹു ഇറക്കിക്കൊണ്ട് വിശ്വാസികളെ സഹായിക്കുന്നതായി കാണാം. അതിൽ കണ്ണുകൊണ്ട് കണ്ടവരാണ് സഹാബാക്കൾ. അള്ളാഹുവിന്റെ സഹായം നേരിട്ട് ഇറങ്ങുന്നത് മലക്കുകളെ കണ്ടു എന്നല്ല പറഞ്ഞത്, സഹായം ഇറങ്ങിയതായി കണ്ണുകൊണ്ട് കണ്ട ആളുകൾക്ക് അതിലെന്തുണ്ട്? ഗുണപാഠമുണ്ട്. എന്താണ്? ലിയഅലമു അന്ന നസ്റ ലിഅഹ്ലിൽ ഈമാൻ. ആ ഗുണപാഠം എന്താണ്? അള്ളാഹുവിന്റെ സഹായം അഹ്ലുൽ ഈമാൻ, ഈമാനിന്റെ ആളുകൾക്കാണ്. സഹോദരങ്ങളെ, ഇതാണ് ബദറിന്റെ പാഠം. ബദറിന്റെ പാഠം നമുക്ക് ലഭിക്കാനുള്ള പാഠം ഇതാണ്. ഈമാൻ ഉള്ളവരാണ് നമ്മളെങ്കിൽ വലാ തഹനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടവരോ നിങ്ങൾ വേവലാതിപ്പെടുകയോ തളർന്നു പോകുകയോ ചെയ്യേണ്ടവരല്ല. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ആ സഹായം അവരുടെ എണ്ണം ചെറുതായി എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സഹായം ഒന്നും ഇറങ്ങാതിരുന്നിട്ടില്ല. എണ്ണത്തിൽ വലിയ പെരുപ്പമുണ്ടായി എന്നതുകൊണ്ട് കാഫിറുകൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇതാണ് ആ ഗുണപാഠം. അല ഇമ്രാൻ 123-ാം വചനം. അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ബദറിൽ. നിങ്ങളെ തന്നെ നിങ്ങൾ ഒരു പതിതരായി നിങ്ങൾക്ക് തോന്നി, വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നി. സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം. ആയിരം മലക്കുകളെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു നിങ്ങൾക്ക് മറുപടി നൽകിയ സന്ദർഭം. ഏതാണ് ആ സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി. അല്ലാഹുവേ, നീ നൽകിയ വാഗ്ദാനം അത് നീ എനിക്ക് നിറവേറ്റി തരണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി. അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ. ഈ ഒരു കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ ആളുകളെ, ലാ തുഅബദ് ഫിൽ അർദ്, ഭൂമിയിൽ നീ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല. വളരെ വികാര നിർഭരമായ ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തരീയം തോളിൽ നിന്നും അത് താഴേക്ക് വീഴുന്നതോ അത് ആ ഒരു മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അബൂ ബക്കർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ആ ഉത്തരീയം എടുത്തുകൊണ്ട് നബിയുടെ തോളിൽ തന്നെ ഇട്ടുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും നബിയെ എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇസ്തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടിയ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. 1000 മലക്കുകളെ, മറ്റൊരു ആയത്തിൽ കാണാം 5000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹുവിന്റെ സഹായമാണ്. നസ്റുല്ലാഹ്, നസ്റു മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായം. വിശ്വാസികൾക്ക് മറ്റൊന്നും പ്രതീക്ഷയില്ല. ഇൻ യൻസുർകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്യമാണ് സത്യവചനം. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹു സഹായിച്ചാൽ ഒരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി. അല്ലാഹു എങ്ങാനും നിങ്ങളെ കൈയൊഴിച്ചാൽ നിങ്ങളെ പിന്നെ അവന് ശേഷം സഹായിക്കാൻ ഒരാളുമില്ല. ഇതാണ് സത്യം. അല്ലാഹുവിൽ നിന്നുള്ള സഹായം മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ, മറ്റൊരു സഹായവും ഇല്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അസീസും ഹകീമുമായിട്ടുള്ള അല്ലാഹുവിൽ നിന്നല്ലാതെ സഹായമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹായം തേടുക അല്ലാഹുവിനോട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാം. നമ്മളുടെ പ്രയാസം എന്തുമാകട്ടെ, നമ്മളുടെ പ്രയാസം ഏതുമാകട്ടെ, ഏതു നിലക്കുമുള്ള മനോവ്യഥകളുമാകട്ടെ നമ്മൾ അനുഭവിക്കുന്നത്, നിങ്ങൾ സഹായം തേടുക ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. കൂടുതലായി നമസ്കരിച്ചുകൊണ്ട്, പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട്, ക്ഷമയെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. ഈ അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുന്നു, ഈ അള്ളാഹു ഇറക്കിയ സഹായം അതെന്തിനാണ് അള്ളാഹു ഇറക്കിയത്? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. വിശ്വാസികൾക്ക് അവരുടെ ഈമാനിനെ ബലപ്പെടുത്തുന്ന, അത് അരക്കിട്ടുറപ്പിക്കുന്ന, ആ ഈമാനിനെ സത്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സഹായമാണ് അള്ളാഹു ഇറക്കിയത്.
ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ അള്ളാഹുവിലുള്ള തവക്കുലല്ലാതെ മറ്റൊന്നും കൈമുതലില്ലാതെ ഇറങ്ങിത്തിരിച്ച സ്വഹാബാക്കൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണത്. വലിതത്മഇന്ന ഖുലൂബുകും ബിഹി, നിങ്ങളുടെ ഹൃദയം അതിൽ ശാന്തമാകുവാനും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാസ രൂപേണ അബൂജഹലിന്റെയും കൂട്ടരെയും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല പ്രാർത്ഥിച്ചത്, നമുക്ക് കാണാൻ സാധിക്കും അബൂജഹലിന്റെ പ്രാർത്ഥന. അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട്. ബദറിന് വരുന്നതിന് മുമ്പ് അബൂജഹലിന്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അഖ്തഅന ലിർറഹീം വആതന ബിമാ ലാ യുറഫ് ഫഅഹ്നിഹിൽ ഗദാത്, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ കുടുംബ ബന്ധം മുറിച്ചവനാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടുവന്നവനാണ്. ഫഅഹ്നിഹിൽ ഗദാത്, ഈ പ്രഭാതത്തിൽ നശിപ്പിക്കണമേ എന്നായിരുന്നു അബൂജഹലിന്റെ പ്രാർത്ഥന. അബൂജഹലിന്റെ ആ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകി, അത് സ്വീകരിച്ചു. അങ്ങനെ തന്നെ ചെയ്തു. കുടുംബ ബന്ധം മുറിച്ചവൻ അബൂജഹലായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ബന്ധം, നബിയോട് എല്ലാ നിലക്കും ആളുകളെ അവരുമായി അകറ്റുവാനും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള ഉപദ്രവങ്ങളിലും മുന്നിലുണ്ടായിരുന്നു അബൂജഹൽ. അതുപോലെ തന്നെ ആ പരിചയമില്ലാത്തത് കൊണ്ടുവന്ന ആരാണ്? ഇവർ തന്നെയാണ്. ശിർക്കാണ് പരിചയമില്ലാത്തത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് പരിചയമുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് എല്ലാ പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും സകല ദുർമൂർത്തികളെയും കൈവെടിയണമെന്നുമല്ല പറയാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു പ്രവാചകരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടില്ല ഈ ഭൂമുഖത്തേക്ക്. അങ്ങനെയുള്ള പരിചിതമായ ആ കാര്യത്തിന് വിഭിന്നമായി അള്ളാഹുവിൽ പങ്കു ചേർക്കണമെന്ന് അപരിചിതമായ കാര്യം കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ആ പ്രാർത്ഥന അവർക്കെതിരെ തന്നെയായിരുന്നു. അള്ളാഹുവിനെ നശിപ്പിക്കണമേ, അതുപോലെ തന്നെ അള്ളാഹു നശിപ്പിച്ചു. അബൂജഹൽ അതിൽ നിന്ദ്യമായി കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ 70ഓളം വരുന്ന മുശ്രിക്കുകളും കൊല്ലപ്പെടുന്നു. 70ഓളം പേർ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, അവരുടെ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നമുക്കുള്ള ഒരു പാഠം, മുശ്രിക്കുകൾ മക്ക മുശ്രിക്കുകളെക്കാൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തീവ്രത കാണിച്ച മറ്റാരെയും നമുക്കറിയില്ല. അവർ പോലും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അവർക്കറിയാം സഹായിക്കാൻ ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ഭൂമിയും ആകാശങ്ങളും എല്ലാം ആരാണ് സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു. അതുപോലെ തന്നെ സമുദ്രത്തിൽ അവർ യാത്ര തിരിക്കുമ്പോൾ കപ്പലിൽ അത് കാറ്റും കോളിലും ആടി ഉലഞ്ഞാൽ അവർ അരക്ഷിതരായി അവർക്ക് തോന്നിയാൽ അവർ അള്ളാഹുവിനെ വിളിക്കും. ലാത്തയും ഉസ്സയും മനാത്തയും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ പിന്നെ ഇല്ല, അള്ളാഹു മാത്രം. എന്നാൽ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ചിലരുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു ബദർ? തൗഹീദിനു വേണ്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉന്നതമാക്കി പിടിക്കാൻ, ഉയർത്തിപ്പിടിക്കാൻ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനേയില്ല എന്ന പ്രപഞ്ച സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഏറ്റുമുട്ടലിൽ ഷഹീദായ 14 ശുഹദാക്കൾ, അവരെ വിളിച്ച് ചിലർ തേടുന്നു. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ഇതിനേക്കാൾ പരിതാപകരമായ മറ്റേത് അവസ്ഥയാണുള്ളത്? ഇവരോട് എതിരിടാൻ വന്ന മക്ക മുശ്രിക്കുകൾ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ ഇന്ന് ചില ആളുകൾ എന്തു ചെയ്യുന്നു? ഈ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് തേടുന്നു. എത്രമാത്രം അബദ്ധകരമായ, എത്രമാത്രം അപകടകരമായ ഒരു വിശ്വാസവും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് ഒരു സംഘം ആളുകൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ. അറിവില്ലാത്ത ആളുകളെയും പിഴപ്പിക്കുന്ന പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരും എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, യാതൊരു അവകാശവും കൂടാതെ ആളുകളുടെ സമ്പത്ത് പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരെന്നും അവകാശപ്പെടുന്ന ചില ആളുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിശ്വാസങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മോശമായിട്ടുള്ള പ്രവണതകളും ശരിയല്ലാത്ത അഖീദകളും എല്ലാം പ്രചരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ തിരിച്ചറിയുക, എന്താണ് ബദർ? ഇതിനു വേണ്ടി തന്നെയായിരുന്നു തൗഹീദിന്റെ വിളംബരമാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഇറങ്ങിയ, മഹത്തായ സഹായം ഇറങ്ങിയതിന്റെ പ്രതീകമാണ് ബദർ.
ആ ബദറിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള പാഠവും അത് തന്നെയാണ്. മുശ്രിക്കീങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അബൂ ജഹൽ അല്ലാതെ തന്നെ അവർ മക്കയിൽ ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഈ ഒരു രണ്ടു സൈന്യങ്ങളിലും വെച്ച് ഉന്നതരായ സൈന്യത്തെ നീ വിജയിപ്പിക്കണമേ. ഈ രണ്ടു സംഘങ്ങളിലും വെച്ച് ഏറ്റവും മാന്യരായവരെ, ഈ രണ്ടു സൈന്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഗോത്രക്കാരെ. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു. ഇവരുടെയൊക്കെ പ്രാർത്ഥന ഇവർക്കെതിരെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ്, ആ സമയത്താണ്, ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിലെ 19-ാം വചനം ഇറക്കുന്നതായി കാണാൻ സാധിക്കും. ഇതൊരു പരിഹാസ രൂപേണയുള്ള അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹു ഒരു പരിഹസിക്കുന്ന രൂപത്തിലാണ് അവരോട് പറയുന്നത്. നിങ്ങൾ തേടിയ ആ വിജയമുണ്ടല്ലോ, നിങ്ങൾക്ക് വന്നെത്തിയില്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിച്ച ഫത്ഹ് നിങ്ങൾക്ക് എത്തിയില്ലേ? മതി. ഇതോടെ നിങ്ങൾ നിർത്തിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇനിയും ഇതിനു വേണ്ടി തുനിഞ്ഞാൽ, മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഇനി തിരിഞ്ഞാൽ, നാമം തിരിയും. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘം ഒരു നിലക്ക് ഉപകാരപ്പെടില്ല. നിങ്ങൾ അതിൽ എത്ര എണ്ണമുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ഉപകാരപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു, അല്ലാഹു വിശ്വാസികളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ ഇതിവിടെ നിർത്തിക്കോ, ഇനിയും തുനിഞ്ഞാൽ അല്ലാഹു വരും നിങ്ങൾക്കെതിരെ എന്ന് അല്ലാഹു താക്കീത് നൽകുന്നതായി കാണാം. എന്നിട്ട് അവര് പിന്നെയും വന്നു, ഉഹദിൽ വന്നു, ഹുനൈനിൽ വന്നു, ഖന്തക്കിൽ വന്നു. അവിടെയെല്ലാം അല്ലാഹു എന്ത് ചെയ്തു? അല്ലാഹു പറഞ്ഞ വാക്ക് പാലിച്ചു. അല്ലാഹു വിശ്വാസികളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ രംഗത്തും. ഹുനൈനിലും അതുപോലെ തന്നെ ഉഹദിലും ഖന്തക്കിലും എല്ലായിടത്തും അല്ലാഹു വിശ്വാസികൾക്ക് നൽകിയ വാക്ക് പാലിച്ചു. സഹോദരങ്ങളെ, വാക്ക് പാലിക്കുന്നവനാണ് അല്ലാഹു. പക്ഷേ നമ്മൾ അല്ലാഹുവോടൊപ്പം ഉണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ സഹായിക്കണം. അതെങ്ങനെയാണ്? സൂറത്ത് മുഹമ്മദിൽ 7-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അവൻ നിങ്ങളെയും സഹായിക്കും. എങ്ങനെയാണ് ആ സഹായം? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിൽ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അതിന്റെ ജീവിക്കുന്ന മാതൃകകളായി, സുന്നത്തിന്റെ ജീവിക്കുന്ന മാതൃകകളായി, ദീനിന്റെ വിളംബരം നടത്തുന്നവരായി, ദീനിന്റെ പ്രചാരകരായി, അതിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നിലുണ്ടായിക്കൊണ്ടാണ് സഹായം. ആ സഹായം നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കും ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അങ്ങനെ സഹായിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹായം അവർക്കൊപ്പം ഉണ്ടായി. നമ്മൾ ആലോചിക്കൂ, അങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കൊപ്പം ഉണ്ടാകുമോ? അതിന് മാത്രം യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നന്നാവുക, മാറുക, മാറ്റം അനിവാര്യമാണ്. ഈമാനിൽ മാറ്റം അനിവാര്യമാണ്, തഖ്വയിൽ മാറ്റം അനിവാര്യമാണ്, അമലുകളിൽ മാറ്റം അനിവാര്യം തന്നെയാണ്. അള്ളാഹുവിലേക്കുള്ള അടുപ്പം അതെത്രയുണ്ട്, അള്ളാഹുമായുള്ള എന്റെ ബന്ധം അതേതവസ്ഥയിലാണുള്ളത്, ഏതു രീതിയിലാണുള്ളത്? എന്റെ ഇബാദത്തുകൾ എനിക്ക് കൺകുളിർമയാണോ അല്ല ഭാരമാണോ? എന്റെ തറാവീഹ് നമസ്കാരങ്ങൾ എനിക്ക് പ്രയാസമാണോ അല്ല എനിക്ക് നയനാനന്ദകരമാണോ? എന്റെ ഖുർആൻ പാരായണങ്ങൾ എനിക്കൊരു ചടങ്ങാണോ അതല്ല എനിക്ക് അള്ളാഹുവുമായുള്ള എന്റെ ബന്ധമാണോ? എന്റെ നമസ്കാരങ്ങൾ, എന്റെ ദിക്റുകൾ, എന്റെ സ്വതക്കകൾ, ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹുവുമായുള്ള എന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുവോ അതല്ല അത് കേവലം ചില ചടങ്ങുകൾ, ചില പ്രവർത്തനങ്ങൾ, ചില വ്യായാമങ്ങൾ മാത്രമായി മാറുന്നുവോ? സഹോദരങ്ങളെ, ഈമാനിൽ അതിൽ ഏറ്റവും ഗുണമേന്മയുള്ളവരായി മാറണം നമ്മൾ. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുകയുള്ളൂ. ഏറ്റവും ഗുണമേന്മയുള്ള ഈമാനിന്റെ ആളുകളായിരുന്നു സ്വഹാബാക്കൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ബദറിന്റെ പാഠം എന്താണ്? ഇത് തന്നെയാണ്. ഈ ബദറിൽ എന്ത് സംഭവിച്ചു? അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തുന്നു. നേർക്കുനേരെ വന്ന സ്വന്തം ബാപ്പയെ കൊലപ്പെടുത്തുന്നു. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം മാറി നടന്നു, ഒരുപാട് മാറി. പക്ഷെ വാപ്പ മുന്നിലേക്ക് പിന്നെയും വരികയാണ്. കൊല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആയത്തിറക്കുകയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹു വറസൂലഹു. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ റസൂലെ താങ്കൾക്ക് കാണാൻ കഴിയില്ല. എങ്ങനെയായിക്കൊണ്ട്? അല്ലാഹുവിന്റെയും റസൂലിനും എതിരായി നിൽക്കുന്ന ആളുകളോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നവരായിട്ട്. വലൗ കാന ആബാഅഹും, അത് വാപ്പയാണെങ്കിലും ശരി, ഔ അബ്നാഅഹും, മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, സഹോദരങ്ങളാകട്ടെ, ഔ അശീറതഹും, ബന്ധുക്കളാകട്ടെ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിലാണ് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവരുടെ അടുക്കൽ നിന്നുള്ള ജിബ്രീലിനെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വയുദ്ഖിലുഹും ജന്നാത്ത്, അവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെടുന്നത്, അല്ലാഹു അവരെയും തൃപ്തിപ്പെടും. ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ തന്നെയാണ് അല്ലാഹുവിന്റെ ഹിസ്ബ്. ഹിസ്ബുല്ലാഹ് എന്ന് പേര് വെച്ചത് കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഹിസ്ബാവുകയില്ല. ഈ പറഞ്ഞ ഗുണങ്ങളുള്ള അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അതിനെതിരായി ആരു തന്നെ പറഞ്ഞാലും ശരി, അതിനൊക്കെ അവരെയൊക്കെ എതിരിടുന്നവരാണ് വിശ്വാസികൾ. അല ഇന്ന ഹിസ്ബല്ലാഹ് ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ കക്ഷികളായ ആ മുഅ്മിനുകൾ തന്നെയാണ്, അവർ തന്നെയാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രീതിയിൽ ഈമാനിനെ സ്ഫുടം ചെയ്തെടുക്കാൻ, ഈമാനിനെ കറകളഞ്ഞ ഈമാനിന്റെ ആളുകളാകാൻ, യാതൊരു കലർപ്പുമില്ലാത്ത ശിർക്കിന്റെയോ ബിദ്അത്തിന്റെയോ പൊടിയോ അല്ലെങ്കിൽ കറയോ പുരളാത്ത ഈമാനിന്റെയും തഖ്വയുടെയും തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും ആളുകളായി മാറുവാനാണ് ബദറിന്റെ പാഠം. അതാണ് ബദർ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അതാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുന്ന, അള്ളാഹുവിനുമായി ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിലായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വതാബിഈൻ വമൻ ബിഹുദാഹും ഇക്തഫാ. ഏറ്റവും പ്രിയങ്കരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം അതിറങ്ങിയതിന്റെ മഹത്തായ ഒരു ഉദാഹരണമായിരുന്നു ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കി. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനമാണ്. എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അപ്പോൾ ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ സംഘബലം കൊണ്ടൊരു കാര്യവുമില്ല എന്നുകൂടി അള്ളാഹു മുഅ്മിനുകൾക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ഹുനൈൻ യുദ്ധം, ആ ഹുനൈൻ യുദ്ധം എന്ന് സംഭവിക്കുന്നത് ഹിജ്റ 8-ാം വർഷമാണ്. ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധം. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 12,000 അന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു, ഇന്ന് നമ്മളുടെ അംഗസംഖ്യ എണ്ണത്തിൽ കുറഞ്ഞത് കൊണ്ട് നമുക്കിന്ന് പരാജയം ബാധിക്കില്ല എന്ന് സ്വഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അള്ളാഹു കാണിച്ചു കൊടുത്തു സംഭവിക്കും. പിന്തിരിഞ്ഞോടിയവർ ഹുനൈൻ യുദ്ധത്തിൽ എതിരാളികൾ തങ്ങളെക്കാൾ അംഗസംഖ്യ കുറവായിരുന്നിട്ടും പിന്തിരിഞ്ഞോടേണ്ടി വന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നീട് അള്ളാഹു അവർക്ക് ആധിപത്യം കൊടുത്തു. അള്ളാഹു തെളിയിച്ചു കൊടുത്തു. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ. ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ ഇദ് അഅജബത്കും കസ്റതുകും. നിങ്ങളുടെ ആധിക്യം നിങ്ങളെ തന്നെ അമ്പരപ്പിച്ചു എന്ന് നമ്മൾ ഒരുപാടുണ്ട്. ഫലൻ തുഗ്നി അൻകും ശൈഅ, പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല. വല്ലാഖത് അലൈക്കുമുൽ അർദ്, ഭൂമി ഭയങ്കര ഇടുങ്ങിയതായിട്ട് നിങ്ങൾക്ക് തോന്നി. ബിമാ റഹബത്, അത് വിശാലമായിരുന്നിട്ട് കൂടിയും. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, എന്നിട്ട് നിങ്ങൾ തിരിഞ്ഞോടിക്കളഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള സഹായം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സംഘബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അത് വളരെ കുറച്ചേ ഉള്ളുവെങ്കിലും ഉള്ളവർ ഗുണമേന്മയുള്ള ഈമാനിന്റെ ആളുകളാണെങ്കിൽ അവിടെ സഹായമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പാഠം നമുക്ക് ലഭിക്കാനുള്ളത്, സംഘബലത്തിൽ മതിമറക്കേണ്ടവരല്ല നമ്മൾ.
ഒരുപാട് വലിയ സംഘമുണ്ട് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളാണ് ഉന്നതർ എന്ന ഒരു തോന്നലും നമുക്ക് വേണ്ട. ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഉള്ളവർ അള്ളാഹുവിലുള്ള ഈമാനിൽ കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളും ഈമാനിന്റെയും തഖ്വയുടെയും ആളുകളാണെങ്കിൽ സഹായം ഇറങ്ങും എന്നല്ലാതെ കുറെ ആളുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ എണ്ണം കൊണ്ട് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക, സത്യത്തെ മനസ്സിലാക്കുക. ഒരുപാട് പേർ ബാത്തിലിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മളെ വഞ്ചിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേർ ബാത്തിലിന്റെ സ്ഥാനത്തുണ്ട് എന്നതുകൊണ്ട് താങ്കൾ വഞ്ചിതരാകേണ്ട, താങ്കൾ അതിൽ മതിമറക്കേണ്ട, അത് കണ്ടുകൊണ്ട് താങ്കൾ അമ്പരക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകും. അത് ചെറിയ സംഘമാണെങ്കിലും ശരി, അള്ളാഹു കൃത്യമായും പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പാലിക്കുക. അള്ളാഹു ആരാണ് നമുക്ക് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉറപ്പായും അള്ളാഹുവിനെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അയാൾ ശിരസ്ത വഹിക്കും, നെഞ്ചോട് ചേർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എൽമാണ് പ്രധാനം. ശരിയായ എൽമ് നമുക്ക് ലഭിക്കാത്തതിന്റെ കുറവുകളാണ് നമ്മളുടെ ഈമാനിൽ കാണുന്നത്. അതിനെ ശരിയായ എൽമ കൊണ്ട് നമ്മൾ നികത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ എല്ലാ അമലു സ്വാലിഹാത്തും അള്ളാഹു പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ അതിന്റെ ഏറ്റവും ഉന്നത പദവിയായ യഖീൻ, അതിലേക്ക് തന്നെ എത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങൾ അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അള്ളാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.